വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ചെറുപ്പം തൊട്ട് അറിഞ്ഞിരുന്നെങ്കിൽ വളരെയധികം നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഗേൾസിനൊക്കെ ഒരുപാടധികം യൂസ്ഫുൾ ആകുന്ന കുറച്ച് ഹാക്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാടധികം യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഒത്തിരി അധികം കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ പെൺകുട്ടികൾ പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർ ആം ഓർഡർ ആണ്. മെൻസ്ട്രൽ സൈക്കിളിൻ്റെ തേർഡ് വീക്ക് ഒക്കെ ആവുന്ന സമയത്ത്, അതായത് പീരിയഡ്സിൻ്റെ ഒരാഴ്ച മുൻപ് നമ്മുടെ അണ്ടർ ആംസ് ഒക്കെ ഭയങ്കരമായിട്ട് സ്റ്റിങ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ബോഡി ഓർഡറും വല്ലാണ്ട് മോശമാകാറുണ്ട്. അല്ലാത്ത ദിവസങ്ങളിലും ബോഡി ഓർഡർ ഉണ്ടാകാറുണ്ടാകും. പക്ഷേ പീരിയഡ്സിന് തൊട്ട് മുൻപായിട്ട് നമ്മുടെ ബോഡി ഓർഡർ വല്ലാണ്ട് മോശമാകും. നമുക്ക് തന്നെ നമ്മളെ സ്റ്റിങ് ചെയ്യുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇതിൻ്റെ കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ആണ്. ഈ ഹോർമോൺ ചേഞ്ചസ് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബോഡി ഓർഡർ മാറുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ബോഡി വാഷ് ചെയ്താൽ പോലും നമ്മുടെ ദേഹത്തു നിന്ന് ഈ ഒരു സ്മെല്ല് വരുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടക്കേടുണ്ടാകുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത്. എൻ്റെ അണ്ടർആംസ് സ്റ്റിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തന്നെ എന്നോടൊരു വല്ലാത്തൊരു ഫീലിംഗ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടധികം സെർച്ച് ചെയ്തൊരു കാര്യമാണ് എങ്ങനെ നമുക്ക് ഈ ഒരു അണ്ടർ ആം ഓർഡർ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട്. എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ അണ്ടർ ആംസിൽ നിന്ന് വരുന്ന ഈ ഒരു സ്റ്റിങ്കി സ്മെല്ല് കുറയ്ക്കാൻ പറ്റുക എന്ന് കുറേ റിസർച്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ അധികം മെത്തേഡ്സ് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്തിരുന്നു കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം വന്നത് നമ്മൾ അണ്ടർ ആംസിൽ നാരങ്ങ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് വെള്ളത്തിലേക്ക്, ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ആ വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ചെറിയ മാറ്റം ഫീൽ ചെയ്തു കേട്ടോ. ചെറിയ മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്ക് എൻ്റെ ബോഡി ഓർഡർ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ പിന്നെയും ഈ ഒരു ബോഡി ഓർഡർ ഭയങ്കരമായിട്ട് മോശമായിട്ട് തന്നെ വരും എനിക്ക്. അപ്പോൾ എനിക്കതൊരു എന്താ പറയുക, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം 1-2 ദിവസത്തേക്ക് ചേഞ്ച് വരും, പിന്നെ അതുപോലെ തന്നെ സ്മെല്ല് തിരിച്ചു വരിക, പിന്നെ എൻ്റെ ഹോർമോൺസൊക്കെ നോർമലായി കഴിയുമ്പോൾ ആ ബോഡി ഓർഡർ അങ്ങ് പോവുക, പിന്നെയും വീണ്ടും ആ ഒരു എന്താ പറയുക, ഞാൻ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് എനിക്ക് ഈ ഒരു ഹാക്കിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ ഞാൻ കുറേ സെർച്ച് ചെയ്തതിന് ശേഷം എനിക്ക് എന്താ പറയുക, അഫോർഡബിൾ ആയിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നിയ ഒരു സമയത്താണ് എൻ്റെ അനിയത്തി എനിക്കൊരു മെത്തേഡ് പറഞ്ഞു തന്നത്. അവൾക്ക് ഈ ഒരു സെയിം പ്രോബ്ലം ഫേസ് ചെയ്ത സമയത്ത് അവൾ യൂസ് ചെയ്തൊരു മെത്തേഡായിരുന്നു ഇത്. നമ്മുടെ അണ്ടർ ആംസിൽ സാധാരണ പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക എന്നുള്ളത്. കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് അണ്ടർ ആംസ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അണ്ടർ ആംസ് സ്റ്റിങ്ക് ചെയ്യുന്നത് വളരെയധികം കുറയുമെന്ന് എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞു. അവൾക്കത് എഫക്റ്റീവ് ആയിരുന്നു എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ഞാനിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ, എഫക്റ്റീവ് ആണെങ്കിൽ നല്ലതല്ലേ, കാരണം വലിയ ചിലവൊന്നുമില്ല, വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടൊരു സാധനമാണ്. ആൻഡ് മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ ഇത്. വളരെ ചിലവ് കുറവായിട്ട് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒട്ടും തന്നെ സമയമെടുക്കാതെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ അണ്ടർ ആംസിലെ സ്മെല്ല് മാറ്റിയെടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു 3 to 4 ഡേയ്സ് കൂടുമ്പോൾ, അല്ലെങ്കിൽ 5 ദിവസം കൂടുമ്പോഴൊക്കെ ഞാനിത് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ അണ്ടർ ആംസിൽ ഞാൻ വളരെ കുറച്ച് നമ്മുടെ ഉള്ളം കൈയിൽ പറ്റുന്ന അത്രയും തന്നെ ഒരിത്തിരി കോക്കനട്ട് ഓയിൽ എടുക്കും. എന്നിട്ട് അതൊക്കെ 2 കൈയിലും സ്ക്രബ് ചെയ്തെടുത്തിട്ട് തേച്ചിട്ട് നമ്മുടെ അണ്ടർ ആംസിൽ കുറച്ച് നേരം, ഒരു മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കും, ഒന്ന് മസാജ് ചെയ്യും. ജസ്റ്റ് സ്ക്രബ് ചെയ്യുന്നത് പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം സാധാരണ ഒരു ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുകയും ചെയ്യും. ആൻഡ് വളരെ ഒരു എന്താ പറയുക, എഫക്റ്റീവായ ഒരു മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അണ്ടർ ആംസ് സ്മെല്ല് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല, എൻ്റെ അണ്ടർ ആംസ് ചെറുതായിട്ട് പിഗ്മെൻറ്റഡ് ആവാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ അടുത്തായിട്ട്. ആ ഒരു പിഗ്മെൻറ്റേഷൻ ഇപ്പോൾ കുറയുന്നുണ്ട്. അതെല്ലാം കൊണ്ടും എനിക്ക് എന്താ പറയുക, വളരെയധികം നല്ലൊരു മെത്തേഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു ഹാക്കാണ് കേട്ടോ ഇത്. അണ്ടർ ആംസ് കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക, സ്ക്രബ് ചെയ്യുക. അപ്പം നമുക്ക് അണ്ടർ ആംസിൽ സ്മെല്ലും മാറുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പിഗ്മെൻറ്റേഷൻ, അണ്ടർ ആംസിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും വളരെയധികം എഫക്റ്റീവായിട്ട് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് റിയലി എഫക്റ്റീവ്. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ അണ്ടർ ആംസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഒരു ഡിയോഡ്രൻ്റ് ഒന്നുമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളെ തന്നെ എന്താ പറയുക, ബോഡി കെയർ ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഗേൾസ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, വാക്സ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ടും ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷനാണ്. വാക്സ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എപ്പോഴും സ്കിൻ നല്ലതുപോലെ മോയ്സ്ചർ ഫ്രീ ആയി ആക്കണം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഷേവ് ചെയ്യുന്നതിന് മുൻപ് നല്ലതുപോലെ മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഷേവ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ വാക്സ് ചെയ്തതിന് ശേഷം, ഷേവ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കിൻ നല്ലതുപോലെ മോയ്സ്ചറൈസ് ചെയ്യണം എന്നൊക്കെ എല്ലാവരും പറയും. ഇതൊക്കെ ചെയ്താൽ പോലും
നമുക്ക് സ്കിൻ ഇറിറ്റേറ്റഡ് ആകുന്ന ഒരു അവസ്ഥയുണ്ട്. എനിക്ക് വളരെയധികം പ്രശ്നമാണ്. ഷേവ് ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ സ്കിന്നിൽ ചെറിയ രീതിയിൽ റാഷസ് ഒക്കെ വരും. ഈവൻ ഈ പറയുന്നത് പോലെ വാക്സ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകാറുണ്ട് എനിക്ക് സ്കിന്നിൽ. അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്ത ഒരു ഹാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷേവ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വാക്സ് ചെയ്തതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ വെച്ചിട്ട് ആ ഷേവ് ചെയ്ത ഭാഗം അല്ലെങ്കിൽ ആ ഒരു വാക്സ് ചെയ്ത ഭാഗം കുറച്ച് നേരം ഒന്ന് കഴുകുക. അല്ലെങ്കിൽ ഒന്ന് ഐസ് ക്യൂബ്സ് ആണെങ്കിൽ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ആ ഭാഗം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് നേരം ഐസ് ക്യൂബ് വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം വെച്ചിട്ട് ആ ഭാഗം കഴുകി കഴിഞ്ഞാൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇറിറ്റേഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്നും പറഞ്ഞു തരുന്നൊരു കാര്യമല്ല. ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വാക്സ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ ഷേവ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വാക്സ് ചെയ്തതിന് ശേഷം ആ ഭാഗം ഒന്ന് നല്ല തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് വെച്ചിട്ടൊന്ന് കഴുകി വെക്കുക. നല്ല ഒരു എന്താ പറയുക സൂത്തിങ് അല്ലെങ്കിൽ ഒരു കാമിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു ഹാക്കാണ് കേട്ടോ ഇത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഹാക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3-4 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാക്കാണ് കേട്ടോ. ഇത് കുഞ്ഞിലെ ഒന്നും എനിക്ക് അറിയത്തില്ലാതിരുന്ന ഒരു കാര്യമാണ്. ഞാൻ എവിടെയോ ഒരു TV ഷോയിൽ ഞാൻ ആരോ പറഞ്ഞ് കേട്ട ഒരു കാര്യമാണ്. നമ്മുടെ മുടി നമ്മൾ ചീകിയില്ലെങ്കിൽ മുടി പൊഴിയുന്നതും മുടി പൊട്ടുന്നതും ഒക്കെ കുറയും എന്നുള്ളത്. ഇത് പലരും ഇപ്പോൾ എന്താ പറയുക പലയിടത്തും പറയുന്നുണ്ട്. വുഡൻ കോമ്പൊക്കെ വെച്ചിട്ട് മുടി ചീകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോൾ കുറയും, ഡാൻഡ്രഫ് കുറയും എന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എന്ത് വെച്ച് ചീകിയാലും എൻ്റെ മുടി പൊട്ടാറുണ്ട്, അതുപോലെ തന്നെ മുടി പൊഴിയാറുമുണ്ട്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും മുടി ചീകാതെ മാക്സിമം എന്താ പറയുക എൻ്റെ കൈകൊണ്ട് തന്നെ മുടി ചീകി നടക്കുന്ന ഒരാളാണ്. ഞാൻ ജസ്റ്റ് മുടി ഒന്ന് കൈകൊണ്ട് കോതി ഒതുക്കി കഴിഞ്ഞിട്ട് മുടി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എൻ്റെ മുടി ഒന്ന് എന്താ പറയുക ഇത്തിരി മെസ്സി ആയിട്ട് ഇരിക്കുമെങ്കിലും അത് കാണാൻ കൊള്ളാവുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് മാക്സിമം മുടി ചീകുന്നത്. അല്ലാത്തപ്പോൾ ഞാൻ എന്തെങ്കിലും പുറത്തോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന സമയത്ത് വർക്കിന് പോകുന്ന സമയത്തൊക്കെ ഞാൻ നോർമലി ചീപ്പ് ഉപയോഗിച്ചിട്ട് മുടി ചീകിയിട്ട് പോകും. അല്ലാത്ത സമയത്ത് പുറത്തൊക്കെ പോകാനാണെങ്കിൽ റാൻഡമായിട്ട് എന്തെങ്കിലും കാര്യത്തിനൊക്കെ പുറത്ത് പോകുകയാണെങ്കിലൊക്കെ മാക്സിമം ഞാൻ മുടി ചീകാറേ ഇല്ല കേട്ടോ. മുടി ചീകി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി പൊട്ടുന്നതിൻ്റെ അളവ് വളരെയധികം കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈ തന്നെ ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. മാക്സിമം ചീപ്പ് ഉപയോഗിക്കാതിരുന്നാൽ നമ്മുടെ മുടി പൊഴിയുന്നതും മുടി പൊട്ടുന്നതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഹാക്ക് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടാകും. പക്ഷേ എന്നാലും നിങ്ങൾ കേട്ടതിൽ നിന്ന് ചെറിയൊരു ട്വിസ്റ്റ് ഉള്ളൊരു ഹാക്കാണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുളിച്ചതിന് ശേഷം വേണം നമ്മുടെ പെർഫ്യൂം അപ്ലൈ ചെയ്യാൻ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ നമ്മൾ കുളിച്ചതിന് ശേഷം ഒരു ബോഡി ലോഷൻ അല്ലെങ്കിൽ ഒരു ബോഡി ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പെർഫ്യൂം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫ്യൂം കുറേ അധികം നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നോർമലി ബോഡി ലോഷൻ അല്ലെങ്കിൽ ബോഡി ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. കുളിച്ചതിന് ശേഷം ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് 1-2 പമ്പ് പെർഫ്യൂം അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പെർഫ്യൂം കുറേ അധികം നേരത്തേക്ക് ലൈക്ക് അറൗണ്ട് 12 hours 13 hours ഒക്കെ നമുക്ക് ഈ ഒരു പെർഫ്യൂം നമ്മുടെ ബോഡിയിൽ ലാസ്റ്റ് ചെയ്യുന്നത് ഫീൽ ചെയ്യാറുണ്ട്. ലോങ് ലാസ്റ്റിംഗ് പെർഫ്യൂം ആണെങ്കിൽ 24 hours അതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് കുളിക്കുന്നതോടം വരെ ഈ ഒരു പെർഫ്യൂം നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് എ വെരി ഗുഡ് ഹാക്ക് ഫോർ ഓൾ ദ വിമൻ ഔട്ട് ദെയർ. നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫ്യൂം ലാസ്റ്റ് ചെയ്യണം, നിങ്ങളുടെ പെർഫ്യൂം ലാസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ഫീൽ ചെയ്യുവാണ്, ലാസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. കുളിച്ചതിന് ശേഷം ആ നനവുള്ള മേത്ത് കുറച്ച് ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുക. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പെർഫ്യൂം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഹാക്ക് വളരെയധികം രസകരമായൊരു ഹാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയിൽ നല്ലതുപോലെ എടുത്ത് നിൽക്കണം, സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക ക്ലാസി ആയിട്ടുള്ള ലുക്ക് വേണം, എലഗൻ്റ് ആയിട്ട് ഫീൽ ചെയ്യണം, ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ യുണീക്കായിട്ട് ഫീൽ ചെയ്യണം നിങ്ങളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസിലൊക്കെ യുണീക്കായിട്ടുള്ള ലുക്ക് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു ഹാക്കാണ് കേട്ടോ ഇത്. വളരെ ക്ലാസി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ഐവറി, വൈറ്റ്, ബ്ലാക്ക്, അതുപോലെ തന്നെ ബ്രൗൺ, ബർഗണ്ടി അല്ലെങ്കിൽ ബ്രിക്ക് റെഡ് അങ്ങനത്തെ ചില കളേഴ്സ് ഉണ്ട്, ഗോൾഡ്, ഇങ്ങനത്തെ കളേഴ്സിലുള്ള ഡ്രസ്സസൊക്കെ നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. ഭയങ്കര യുണീക്ക് ലുക്ക് കിട്ടും. ഭയങ്കര ക്ലാസി എലഗൻറ്റ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ഓൾഡ് മണി ലുക്ക് നമുക്ക് കിട്ടും. ആ ഒരു ലുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫോട്ടോസൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ ഭയങ്കര ഒരുപാട് എന്താ പറയുക പ്രൈസ് ഒക്കെ കിട്ടുന്ന ഒരു കളർ കോമ്പിനേഷൻസ് ആണ് ഈ ഒരു കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കളർ കോമ്പിനേഷൻസിലുള്ള ഡ്രസ്സസൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ലുക്ക് കിട്ടും. പുറമേ നടക്കാൻ പോകുന്ന സമയത്ത് പോലും ആളുകൾ നിങ്ങളെ നല്ലതുപോലെ നോക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സിലൊക്കെ നിൽക്കുന്ന സമയത്ത് വി വിൽ സ്റ്റാൻഡ് ഔട്ട്.
അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ക്ലാസി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസിലുള്ള ഡ്രസ്സസ് വെയർ ചെയ്യുക. പ്രിൻസ് ഒക്കെ നല്ലതാണ്, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ആംബിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭംഗി നമ്മുടെ ഡ്രസ്സിന് നമുക്കും ഉണ്ടാവത്തില്ല. സോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് യുണീക്കായിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓൾവേസ് ഗോ ഫോർ ക്ലാസി കളർ കോമ്പിനേഷൻസ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരിത്തിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇത് ഒരു ഹാക്കായിട്ടൊന്നും നിങ്ങൾ എടുക്കണ്ട. ഞാൻ ജസ്റ്റ് നോർമലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. നമ്മൾ ഗേൾസിൻ്റെ 2 ടൈപ്പ് ഓഫ് ഗേൾസ് ഉണ്ട്. ചിലർ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. ചിലർ നോർമൽ ആയിട്ടുള്ള സ്ട്രീറ്റ് ഷോപ്സിൽ നിന്ന് സാധാരണ ഒരു 500 രൂപയുടെ 600 രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അത് മോശമായി കഴിയുമ്പോൾ അടുത്ത പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ നോർമലി രണ്ടാമത്തെ കാറ്റഗറി ആയിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ ചെറിയ വിലക്കുറവിൽ കിട്ടുന്ന സമയത്ത് അത് പർച്ചേസ് ചെയ്തതിന് ശേഷം അത് മോശമായി കഴിയുമ്പോൾ അടുത്തത് പർച്ചേസ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇങ്ങനെ എന്താ പറയുക, ഒരു 500 രൂപയ്ക്ക് 600 രൂപയ്ക്ക് ഒരു ബാഗോ അല്ലെങ്കിൽ ഒരു ചെരുപ്പോ ഒരു ഡ്രസ്സോ ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 5 to 6 months എങ്കിലും അത് ലാസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു മുൻപൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം, അതിനപ്പുറത്തേക്ക് അത് ലാസ്റ്റ് ചെയ്യുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ഫീൽ ചെയ്തു തുടങ്ങി എൻ്റെ ക്യാഷ് വെറുതെ വേസ്റ്റായി പോകുവാണെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ക്യാഷ് സേവ് ചെയ്ത് വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിൽ നിന്നൊരു സാധനം പർച്ചേസ് ചെയ്യുന്നു. അത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യുന്നു. ഈ ഒരു യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും എനിക്ക് ക്യാഷ് സെറ്റായി കഴിയുമ്പോൾ ഞാൻ വേറൊരു സാധനം കൂടെ പർച്ചേസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ചെരുപ്പാണ്. ഒരു ചെരുപ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് എനിക്ക് വീണ്ടും ചെരുപ്പ് കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ലൊരു ബ്രാൻഡിൻ്റെ ചെരുപ്പ് ഞാൻ വീണ്ടും വാങ്ങിക്കുന്നു. അപ്പോൾ 2 ചെരുപ്പായി എനിക്ക്. ഈ രണ്ടും ഞാൻ മാറ്റി മാറ്റി പല രീതിയിൽ സ്റ്റൈൽ ചെയ്ത് ഞാൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെരുപ്പുകളായാലും ബാഗുകളായാലും ഡ്രസ്സുകളാണെങ്കിലും ഒരുപാട് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേ അധികം മാറി മാറി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ സാധാരണ ഒരു ബ്രാൻഡിൻ്റെ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു സാധാ സ്ട്രീറ്റ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ 1 മാസത്തിൽ കൂടുതൽ എനിക്ക് ചില പ്രൊഡക്റ്റൊക്കെ ഉണ്ട് ഒരു തവണ പോലും ഇടാൻ പറ്റാതെ നശിച്ചു പോയ, കംപ്ലീറ്റ്ലി ഇടാൻ പറ്റാതെ നശിച്ചു പോയ സാധനങ്ങളുണ്ട്. ഞാനൊരു ചെരുപ്പ് ജാനുവരി 1-ാം തീയതി ആശിച്ച് മോഹിച്ച് ന്യൂ ഇയറിന് ഇടാമെന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചിട്ട് ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി പള്ളി പോകാൻ നേരത്തെ ഇട്ടിട്ട് പള്ളിയിൽ എത്തുന്നതിന് മുമ്പ് ആ ചെരുപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഈ ഒരു അവസ്ഥ വെച്ചിട്ട്, ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റിനും നല്ല ക്വാളിറ്റി കാണുന്നില്ല. ഇത് ഒരുപാടായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലിറ്ററലി ഇതിപ്പോൾ ഞാൻ ഒത്തിരി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഒരു 500 രൂപ 600 രൂപയുടെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒട്ടും ലാസ്റ്റ് ചെയ്യുന്നില്ല. അതിങ്ങനെ വെറുതെ വീണ്ടും വീണ്ടും സാധനങ്ങൾ വാങ്ങിച്ച് ക്യാഷ് പോകുക എന്നുള്ളതല്ലാതെ ഒട്ടും ലാസ്റ്റ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് ഞാനൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് നാളത്തേക്ക് എനിക്കിത് ലാസ്റ്റ് ചെയ്ത് കിട്ടുന്നുമുണ്ട്. സോ എൻ്റെ ഒരു ബേസിക് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇപ്പോൾ എന്തുകൊണ്ട് നല്ലത് ഒരു സെയിൽ ടൈമിലൊക്കെ പോയിട്ട് അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് വെക്കുക. അതിനുശേഷം അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻ ദ മീൻ ടൈം നിങ്ങൾക്ക് വേറെയും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ കളക്ഷനിൽ കൂടുതൽ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് മാറ്റി മാറ്റി യൂസ് ചെയ്ത് സ്റ്റൈൽ ചെയ്യുകയൊക്കെ ചെയ്യുക. ദാറ്റ് വുഡ് ബി ഓൾമോസ്റ്റ് എന്തുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ബെറ്റർ ആവുന്നത് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട്. പക്ഷേ ഇത് ഒരിക്കലും ഞാനിങ്ങനെ എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് ഫോഴ്സ്ഫുള്ളായിട്ട് പറയുന്നൊരു കാര്യമല്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈഡ് ചെയ്തോളൂ. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? ഇങ്ങനെ 2 തരത്തിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ എന്നോടൊന്ന് പറയാം കേട്ടോ. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കാം. ഐ എം കംപ്ലീറ്റ്ലി ലിവിങ് ദറ്റ് ഫ്രീഡം ഫോർ യു. ഓക്കെ, സോ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു 6 കാര്യങ്ങൾ നമ്മൾ ഗേൾസിന് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഹാക്സ് തന്നെയാണ്. വളരെയധികം ലൈഫ് ചേഞ്ചിങ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഹാക്സ് ആണ്. നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിവ്യൂസൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ്സ് ആയിട്ട് പറയാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമിത_മരിയ എന്ന് പറയുന്ന ഒരു ഹാൻഡിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ വേണ്ടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. ആൻഡ് ഈ സെയിം ഹാൻഡിൽ ഞാൻ സ്നാപ്ചാറ്റിലും അവൈലബിൾ ആണ്. സോ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.